ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ നാരകത്തിൽ നിന്നും പറിച്ചെടുത്ത നാരങ്ങയാണത്. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാരങ്ങ ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു അല്ലേ. ഇതെല്ലാം പഴുത്തു, ഏകദേശം എല്ലാം പറിച്ചെടുത്തു. കൈ കഴുകുക. കൈ തുടയ്ക്കണ്ടേ? ഒരു വാഴക്കൊല വെട്ടി വെച്ചേക്കുന്നതാണ് ഗൈസ് കാണുന്നത്. ഈ പഴുക്കണം, അത് പഴുത്തിട്ട് വേണം. ഞങ്ങളുടെ ആറിൻ്റെ അവസ്ഥ എന്തായെന്ന് കാണണ്ടേ. ഇവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്നൊക്കെയാണ് പറയുന്നത്. നേരാണ് കേട്ടോ. കിണറ്റിൽ പോയി കോരണം. ഞങ്ങൾക്കൊന്നും കുടിവെള്ളം ഇല്ല. പുറത്ത് പറയുന്നതിൻ്റെ ഈ വെള്ളം ഇതും കുടിക്കുന്നവരുണ്ട്. പ്യൂരിഫൈ ചെയ്ത് കുടിക്കാം. നമുക്ക് പ്യൂരിഫയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ആറിൻ്റെ വ്യൂ കണ്ടോളൂ. ഒരു പൊന്മാൻ പറന്നു പോകുന്നുണ്ട്. കണ്ടോ? ഇല്ല, ക്യാമറയിൽ കിട്ടിയില്ല. അങ്ങ് വരെ നിങ്ങളിതേ അങ്ങേ അക്കരെ കാണുന്നില്ലേ? ഞാൻ ഇക്കരെ നിൽക്കുന്നേ. അക്കരെ കാണുന്നത് കാടാണ് ഗൈസ്. കാട്, കൊടും വനം, പെരിയാർ ടൈഗർ റിസർവ് ഏരിയ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ സംഭവമാണ് അവിടെ കാണുന്നത്. കണ്ടോ ഈ വെള്ളം? ഈ കിടക്കുന്നൊക്കെ ഇങ്ങനെ ചപ്പും ചവറൊക്കെ വന്ന് അടിഞ്ഞേക്കോ. ഇത് ഞങ്ങൾ ഇനിയിപ്പം മഴയൊക്കെ കുറയുമ്പോഴത്തേക്കും ഈ ചവറൊക്കെ ഇങ്ങനെ ഒഴുക്കി വിട്ടേച്ചാൽ മതി. തള്ളി വിട്ടാൽ മതി, ഒഴുകി പൊക്കോളും. ഇപ്പം ഇവിടെ ആരും ഇറങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ചവറ് കയറി കിടക്കുന്ന. അങ്ങ് അവിടെ ഒരു ദ്വീപ് പോലത്തെ ഒരു സംഭവം ഉണ്ടേ. ഇതിങ്ങനെ വെള്ളം വറ്റുമ്പം ഇത് കാണാമോ എന്നറിയത്തില്ല നിങ്ങൾക്ക്. ക്ലിയർ അല്ല, ഈ ഫോണിൽ ക്ലിയർ അല്ല. ഈ കാണുന്ന ഈ ആറിൻ്റെ നടുക്ക് കാണുന്ന അവിടെ ഒരു പാറയാണ്. അത് വെള്ളം വറ്റുമ്പോഴത്തേക്കും തെളിഞ്ഞു വരും. അപ്പം നല്ല രസമാണ്. ഒരു ഐലൻഡ് പോലെ ഇരിക്കും. ചുറ്റും വെള്ളം, അവിടെ മാത്രം പാറ. ഇവിടുന്ന് ഞാൻ നാരങ്ങ പറിച്ച കണ്ട. കയറിപ്പോവാം. നാരങ്ങയുടെ ഒരു ക്ലോസ് ഷോട്ട് കാണിക്കാം. അടിപൊളിയല്ലേ? ഇങ്ങനെ ആരുടെയും എവിടെയെങ്കിലും കാഴ്ച കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തരും കേട്ടോ. കിടക്കുന്ന കാണാൻ തന്നെ രസമാണ്. ഇവിടെ നാരങ്ങയും ഈ വാഴ കണ്ടോ? ചെറിയൊരു കൊല കാണുന്നു. ഇത് ഏതാണെന്നറിയാം? സുന്ദരിപ്പൂവൻ എന്ന് പറയും ഞങ്ങളുടെയൊക്കെ ഇവിടെ.